മാസ്റ്റെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് സ്ക്വയറുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ്. സ്ക്വയറുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പം നിങ്ങൾക്ക് ആദ്യമായതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ഒന്ന് രണ്ടെണ്ണം ഞാനിവിടെ ട്രിക്സായിട്ട് അവതരിപ്പിക്കാം. അതിലാദ്യം 31 സ്ക്വയർ. 31 സ്ക്വയർ 961 ആണ്. ഇത് ഞാൻ കാണാൻ പഠിച്ചിട്ട് പറഞ്ഞതുപോലെയാണ് 961. ഈ 21 സ്ക്വയർ 441 ആണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ അടുത്ത് എളുപ്പം എന്നുള്ളത് നോക്കാനാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എനിക്ക് ഈ 31 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പം ഇതുണ്ട്. ഇങ്ങനെ 31 നേരെ 31 എഴുതിയിട്ട് 1ഉം ഉണ്ടോ, ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്തതാണ് 1, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ്, ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്തതാണ് 961. അപ്പോൾ നമ്മൾ സാധാരണ ഗുണിക്കാതെ ഇത് മനസ്സിൽ തന്നെ കുട്ടിയെടുക്കാനായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പറ്റും എന്നത് മാസ്റ്റെക്സിൽ പറയുന്നു. നോക്കുക, 21 സ്ക്വയർ ആണെങ്കിലും അങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി ഗുണിച്ച് 1 4 441. ഇതാ ഞാനിവിടെ 1ൽ അവസാനിക്കുന്ന എല്ലാ നമ്പറുകളുടെയും സ്ക്വയർ കാണാനുള്ള എളുപ്പമാണ് പറയുന്നത്. 1ൽ അവസാനിക്കുന്ന എല്ലാ ഇൻറ്റിജറുകളുടെയും സ്ക്വയർ എടുക്കാൻ. അപ്പോൾ ഇവിടെ 71ൻ്റെ സ്ക്വയർ എടുക്കാൻ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് 1 × 1 1 ആണ്. 7 + 7 14 ആണ്. അപ്പോൾ ഈ 14 വരുമ്പം നമ്മൾ പണ്ട് എടുക്കുന്ന പോലെ തന്നെ ഒരു സിസ്റ്റം ആഡ് ചെയ്യപ്പെടാനുണ്ട്. 4 മാത്രമേ എഴുതാവുള്ളൂ. എന്നിട്ട് ആ റിമൈൻഡർ 1 കീപ്പ് ഓൺ ചെയ്തിട്ട് 7 × 7 49 + 1 15 എടുക്കണം. ഇങ്ങനെ വരണം. ഇതാണ് 71ൻ്റെ സ്ക്വയർ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അവിടെ 51 എന്നെടുത്ത് കഴിയുമ്പോൾ എനിക്ക് 1 രണ്ടും കൂടെ ആഡ് ചെയ്യുക, 0 26 എന്ന് തരും. ഇങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ പറ്റും. ഇനി എപ്പോഴാണ് ഇത് എളുപ്പമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബേസ് മാത്സ് പഠിക്കുമ്പോൾ ഓർത്തേക്കണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന്. അതതിൻ്റെ തിയറിയാണ്, പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബലം, ഇത് ശരിയാണെന്നുള്ള ബലം കിട്ടാൻ ഇതിൻ്റെ മെത്തേഡുകളൊന്ന് നോക്കിയാൽ എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ x + 1 x + 1 ഇതിൻ്റെ സ്ക്വയർ x + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളത് x² + 2x + 1 ആണ്. നിങ്ങൾക്ക് പഠിക്കുന്ന ചെറിയ എക്സാമ്പിളാണ് ഇത്. ഇവിടെ പ്രയോഗിച്ചാൽ എങ്ങനെ കിട്ടും? ഈ 1 × 1 ആണ് 1 ആയിട്ട് കിടക്കുന്ന ഈ 1. നോക്കുക, ഈ 2x ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2x. പിന്നെ ഇത് രണ്ടും കുടിക്കുമ്പോൾ കിട്ടുന്നതാണ് x². ഇതാ ഈ x² + 2x + 1 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം പ്യുവർ മാത്തമാറ്റിക്സ് തന്നെയാണ് ഉപയോഗിച്ചത്, അല്ലാതെ ഒരു ടെക്നിക്കല്ല. മാത്സിൻ്റെ ഈ പ്യുവർ മാത്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് x + 1നെ x + 1 ഗുണിക്കും 1 × 1 1 ആയിട്ടും x + x 2x ആയിട്ടും x × x² ആയിട്ടുമാണ്. ഇതാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചത്. എനിക്ക് 41 × 41 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കഥയിലോട്ട് പോവാതെ 1 × 1 1² എന്നും ഇത് രണ്ടും കൂടി കൂട്ടുമ്പം 8 എന്നും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 16 എന്ന് കിട്ടും. കറക്റ്റ്. ഇതെങ്ങനെയാണ് എന്ന് നോക്കി ശരിയായി എന്ന് കിട്ടിയിട്ട് മനസ്സിലോട്ട് എത്തിക്കുകയും അത് മനസ്സിൽ വെച്ചിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ വേണമെങ്കിൽ ഇതൊഴിവാക്കാം, ഈ മെത്തേഡ് നിങ്ങൾക്ക് മാറ്റാം. ഈ മെത്തേഡ് വേണ്ട, മെത്തേഡ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി മാത്രമേ പ്രൂഫ് പറയുന്നുള്ളൂ. എല്ലാം ഒന്നും പ്രൂവ് ചെയ്തിട്ടല്ല നിങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് ഇത്തരം ചില മെക്കാനിസം നിങ്ങൾക്കുണ്ട്. ആ മെക്കാനിസം പ്രയോഗിക്കുക, എന്നിട്ട് എളുപ്പമാക്കുക. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. ഇതിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 81 8.1 നെ 8.1 കൊണ്ട് എടുക്കാം. ഇവിടെ നമുക്ക് 2 പ്ലേസ് ഉണ്ടെന്ന് ഓർത്തേക്കണം. തൽക്കാലം 1 81നെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കണ്ട് ഗുണിച്ചിട്ടാണ് പ്ലേസ് വാല്യൂ മാറ്റേണ്ടത്. അപ്പോൾ 8ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 16ൻ്റെ 1 പിന്നെ 64 + 1 ഇങ്ങനെയാണ് 65. എന്നിട്ട് 2 പ്ലേസ് ഇട്ട് കൊടുക്കണം. 8.1ഉം 8.1 എടുക്കുമ്പോൾ 2 പ്ലേസ് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് മടിക്കണ്ട. ഇതാണ് നമ്മുടെ പാറ്റേൺ. നിങ്ങളിത് കുറേ ചോദ്യങ്ങൾ ചെയ്ത് ശീലിച്ചാൽ നമുക്ക് ഈ 8.1ൻ്റെ
ഇത് പ്രൂഫ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് വരുന്നത്. ഇതുപോലെ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. നോക്കി 91ഉം 91ഉം. അപ്പോൾ നമുക്ക് 1 × 1 1, 9 + 1 9 + 9 18 ആണ്. 8 മാത്രം എടുക്കുക, റിമൈൻഡർ 1 ഉണ്ട്, 82 ഇങ്ങനെ കിട്ടും. നിങ്ങളിത് ഒരു കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക, റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. അങ്ങനത്തത് മനസ്സിൽ സൂക്ഷിക്കുക. ഇതെപ്പോഴും ഉപയോഗിക്കുക. 1ൽ അവസാനിക്കുന്നത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് എല്ലാ ഉത്തരങ്ങളും 1ൽ അവസാനിക്കുന്നതല്ലല്ലോ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു സ്റ്റേജ് പഠിക്കുന്നു. അടുത്ത സ്റ്റേജ് 5ൽ അവസാനിപ്പിക്കുന്നതാണ്. 5ൽ അവസാനിപ്പിക്കുന്നത് 25നെ അതിൻ്റെ സ്ക്വയറാണ്. അത് നിങ്ങൾക്കറിയാൻ പറ്റും. 25ൻ്റെ സ്ക്വയർ 625 ആണ്. ഇത് നിങ്ങൾ 35ൻ്റെ സ്ക്വയറും കൂടെ നോക്കുക, അത് 1225 ആണ്. അപ്പം ഈ 5ൽ അവസാനിപ്പിക്കുന്ന രണ്ട് നമ്പറുകളുടെ സ്ക്വയർ എടുക്കുമ്പോൾ 25ലാണ്. അപ്പം നമ്മളിവിടെ 35 അതിനെ 35 കൊണ്ട് ഗുണിക്കുമ്പം ഇത് രണ്ടും കൂടെ എഴുതിയാൽ ഇവിടുത്തെ ഗുണനം 25 ആണ്. ഇത് 9 അല്ല വരേണ്ടത്, 12 ആണ്. അപ്പോൾ നിങ്ങൾ മോൾട്ടൻ ഒന്ന് ശ്രദ്ധിച്ചാൽ 25നെ 25 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ഈ 5 × 5 25, ദെൻ 2 × 2 അല്ല, അത് 2 × 3 ആണ്, 6 ആവുന്നത്. അവിടെയാണ് നോക്കി ഈ 2ൻ്റെ അകത്ത് നിന്ന് എങ്ങനെ 6 കിട്ടാം, ഈ 3-ക്കകത്ത് എങ്ങനെ 12 കിട്ടാം നമ്മൾ ചിന്തിക്കുന്നത്. മാത്സ് എപ്പോഴും നിരീക്ഷണത്തിൻ്റെയും കൂടിയാണെന്ന് അർത്ഥം. ഇപ്പോൾ 12 കിട്ടാൻ 3 × 4 ആണ്, 2 കിട്ടാൻ 2 × 3 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് നോക്കി 25ൻ്റെ സ്ക്വയർ എടുക്കാൻ അതിന് തൊട്ടടുത്ത് 35 കൂടി എഴുതിയിട്ട് ഇങ്ങനെ ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്യാൻ 6, ഇത് രണ്ടും കൂടി 25 ഇങ്ങനെ കിട്ടും. ഇതൊരു മെക്കാനിസമാണ്. നോക്കി 65 വേണമെങ്കിൽ 75 നിങ്ങൾ എടുക്കുക. അവിടെ 5 × 5 25 ആണ്. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 42 ആണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മൾ x + 5 × x + 5 എന്നെടുക്കുമ്പം എന്താ സംഭവിക്കുക, x + 5ൻ്റെ ഹോൾ സ്ക്വയർ എടുക്കേണ്ടി വരും. അത് x² + 10x + 25 ആണ്. അപ്പോൾ ഇത് ടെൻസിൻ്റെ പ്ലേസിലുള്ള എക്സാണ്. അപ്പോൾ നമുക്ക് എന്താ വരേണ്ടത് ഉണ്ടോ, x × x + 10 + 25 എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം ഈ കിടക്കുന്ന എക്സ് ആക്ച്വലി 10ൻ്റെ പ്ലേസിൽ കിടക്കുന്ന എക്സിൻ്റെ കൂടെ ഒരു 10 കൂടി കൂടുമ്പം അത് എന്തോ 20യുടെ കൂടെ 10 കൂടെ 30 കിട്ടും. അപ്പോൾ നോക്കി നമുക്ക് 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് 20 × 20 + 10 + 25 എന്നാണ് വേണ്ടത്. ഇതാണ് ഇക്വേഷൻ. ഓർക്കണം, 20യുടെ സ്ക്വയർ 20 + 5 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവിടെയാണ് 20 × 30 + 25 എന്ന് എഴുതിയിട്ട് ഇത് രണ്ടും കൂടി 600 + 25 നിങ്ങൾ എഴുതുക. ദെർഫോർ 625 ആയത്. ഇവിടെ ഇത് പ്ലേസ് വാല്യൂയിലോട്ട് മാറും, 20 ഉം 30. അപ്പോൾ 2ൻ്റെ തൊട്ടടുത്ത പ്ലേസ് അതായത് 3യിലോട്ട് മാറുന്ന 20 and 30. അതാണ് ഞാൻ 25 എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മൾ 10 ഈ 10 ആഡ് ചെയ്തിട്ടാണ് 35 എഴുതിയത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഗുണിച്ചാൽ 25 ആ പ്ലേസ് വാല്യൂ 0യുടെ പ്ലേസ് വാല്യൂ 25 ഫിൽ ആയിക്കോളും. പിന്നെ 2 × 3 ഗുണിച്ചാൽ 6 എടുത്താൽ മതി. ഇവിടെയും ഞാൻ പറഞ്ഞത് ഇതെന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല. 5ൽ അവസാനിക്കുന്ന നമ്പറുകളുടെയൊക്കെ സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടോ, നോക്കി 75 എന്ന് എടുക്കുമ്പോൾ മനസ്സിൽ 10 ആഡ് ചെയ്താൽ 85 കിട്ടും. ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്യാൻ 56ഉം ഇത് രണ്ടും കൊടുത്താൽ 25 എന്ന് എഴുതുമ്പം എളുപ്പം 5ൽ അവസാനിക്കുന്ന വേർഡ് കിട്ടി. ഇവിടെ 2 കാര്യങ്ങൾ മാത്സ് പഠിക്കാനായിട്ടുണ്ട്. വൈ എന്ന് അത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ്, വേണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒന്ന് കേട്ടേക്കുക. അപ്പോൾ അകത്തൊരു വിശ്വാസം ഉണ്ടാകും, ഇത് ശരിയാണ്. ആ വിശ്വാസമാണ് നിങ്ങൾ എളുപ്പത്തിലാക്കുന്നത്. എന്നിട്ട് ഇനി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത്, ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഉണ്ടോ, 65 എന്ന് ഞാൻ പറയുമ്പോഴേ ആ 6നെ ഗുണിക്കേണ്ടത് 7 കൊണ്ടാണ്. 42 കിട്ടി, കൂടെ 25 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 42 25 എന്ന് എഴുതി. ഇനി നോക്കി, നമുക്ക് ഇതിൻ്റെ സ്ക്വയർ വേണം. ഏതാ, 115ൻ്റെ സ്ക്വയർ. ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് എന്താ, ഈ 115ൻ്റെ 11ൻ്റെ കൂടെ കൂട്ടുന്നത് 10. അപ്പം എത്ര, 12 വരും. അപ്പോൾ 11 × 12 എന്നാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ദാറ്റ്സ് ഈക്വൽ ടു നിങ്ങൾക്കറിയാൻ പറ്റും 11 ഉണ്ടോ, 11നെ 12 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പം എന്താ അറിയോ, 1 × 2 ഇടുക, ഇത് രണ്ടും കൂട്ടി 3 എഴുതുക. ഇതാ
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 12 5 എന്ന് എഴുതിയിട്ട് എനിക്ക് ഈ 1 2 എന്ന് എഴുതി ഇത് രണ്ടും കൂട്ടി 3 എഴുതി 25 എന്ന് എഴുതി. ഇങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ചേർത്ത് വെച്ചു, 11 കൊണ്ട് ഗുണിക്കാനായിട്ടുള്ള ഒരു എളുപ്പവും കൂടി ചേർത്തിട്ട്. അപ്പോൾ അത് 11 വരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. 11 കൊണ്ട് എപ്പോൾ ഗുണിച്ചാലും ശരി നോക്കി നമ്മളിങ്ങനെ 78നെ 11 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നിങ്ങൾ 8ഉം ഇവിടെ 7ഉം കൊടുത്ത് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന 15 എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടി എഴുതിയാലേ കിട്ടുള്ളൂ കേട്ടോ. 2 ഡിജിറ്റ് വരുമ്പോൾ നിങ്ങൾ ഈ 1 കൂടി ആഡ് ചെയ്തിട്ടെടുക്കണം. തൽക്കാലം ഈ 11 കൊണ്ട് ഗുണിക്കേണ്ട കഥ ഇപ്പോൾ കേൾക്കണ്ട. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ എളുപ്പം എന്ന് പറയുന്നത് നോക്കി 75 എന്ന് എഴുതുമ്പം 85 എന്ന് എഴുതുക. ഇത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്തിട്ട് 25, ഇത് രണ്ടും കൂടി 56 ഇങ്ങനെ എഴുതാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം. ഇത് നമുക്ക് ഗുണം ചെയ്യുന്നത് ഡെസിമൽ വരുമ്പോഴാണ്. നോക്കി 3.5നെ സ്ക്വയർ എടുക്കണം. ഞാൻ സ്ക്വയർ റൂട്ട് എടുക്കാൻ നേരത്തെ 3.5ൻ്റെ സ്ക്വയറിലോട്ട് പറയാൻ വരുന്നുണ്ട് കേട്ടോ. സ്ക്വയർ റൂട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിൻ്റെ എളുപ്പം പറയുന്നുണ്ടാവും. അപ്പോൾ 3.5നെ ആണെങ്കിൽ നിങ്ങൾ 4.5 കൂടി എഴുതിയിട്ട് ഇത് രണ്ടും കൂടി വിളിച്ചാൽ 12 0.25 എന്ന് എഴുതിയാൽ മതി. ഡെസിമൽ പ്ലേസ് ഒക്കെ ബാലൻസ്ഡ് ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമുക്ക് 9.5? നിങ്ങൾ 10.5 എന്ന് മനസ്സിലെഴുതുക, എന്നിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക 90.25 ഇങ്ങനെയാണ്. അപ്പോൾ നോക്കേണ്ടത് 9.5ൻ്റെ സ്ക്വയറാണ്. 9.5ൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കുമ്പം നമുക്ക് 90.25 എഴുതാൻ പറ്റി. ഇനി നോക്കി എളുപ്പം നോക്കി എങ്ങനെയാണെന്ന്. 9.5ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 0.25 നിങ്ങൾക്ക് എഴുതാനേ പറ്റും. 9ൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറിൻ്റെ പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു n എന്നുള്ളൊരു ഇൻറ്റിജറും ഒരു 0.5 കൂടി ഉള്ള സ്ക്വയർ ഞാനിങ്ങനെ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ എടുക്കണ്ടേ? എന്നും n+1 കൂടി ഗുണിച്ചിട്ട് പോയിന്റ് ഇട്ടിട്ട് 25 എന്ന് കൊടുത്താൽ. ഞാൻ എഴുതുന്ന സെൻറ്റൻസ് അത്ര കറക്റ്റ് അല്ല. എനിക്ക് എന്നും n+1ഉം എന്നും അതിൻ്റെ തൊട്ടടുത്ത ഇൻറ്റിജറിൻ്റെയും കൂടി പ്രോഡക്റ്റാണ്. അതിലൂടെ 0.5 ചേർത്താൽ നിങ്ങൾക്ക് ഡെസിമൽ പ്ലേസിലുള്ള നമ്പർ എപ്പോഴും ഇത് പലയിടങ്ങളിലാണ് കയറി വരുന്നത്. അപ്പോഴൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് 8.5ൻ്റെ സ്ക്വയർ വേണം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബ്രെയിൻ ടെക്നിക്കാണ്. 8ൻ്റെ തൊട്ടടുത്തത് 9ആണ്. 8 × 9 72 ആണ്. ആ 72 ഇങ്ങനെ എഴുതുകയും പുറകെ 25 എഴുതുകയും ചെയ്യുക. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്കൽ ടെക്നിക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് സമയത്തെ ലാഭിക്കാൻ പറ്റും. ചില കണക്കുകൾ കൂടുന്നതിലൂടെ ലാഭിക്കാൻ പറ്റും. ഇതിനെ ഞാൻ സ്ക്വയർ കൊണ്ട് പറയുമ്പം നിങ്ങൾ ഇവിടെ ഞാൻ 1ൻ്റെയും 5ൻ്റെയുമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അല്പം കൂടി കടത്തിക്കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചതിന് ശേഷം, ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ സ്ക്വയറിന് ഉൾപ്പെടുത്താൻ വേണ്ടിയാണത് പറഞ്ഞത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരല്പം ഏത് നമ്പർ വന്നാലും സ്ക്വയർ എടുക്കാനുള്ള ഒരു എളുപ്പമുണ്ട്. അത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓർക്കണം, ഞാൻ ആദ്യം അതിൻ്റെ തിയറിയാണ് പറയുന്നത്, ഏത് നമ്പറിൻ്റെയും എളുപ്പം. എന്നിട്ട് ബൈ പ്രാക്ടീസിലൂടെ എനിക്ക് 1ൽ അവസാനിക്കുന്നതിൻ്റെയും 5ൽ അവസാനിക്കുന്നതിൻ്റെയും പഠിക്കാൻ മാക്സിമം 10 മിനിറ്റ് മതി. 10 മിനിറ്റ് നിങ്ങൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പഠിച്ചു വെച്ചാൽ അവൻ്റെ ജീവിതം മുഴുവൻ ഉപയോഗിക്കാം. ഈ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ കുട്ടിയാണ് 6ാം ക്ലാസ്സിലായത്, അവിടെ ഉപയോഗിക്കാം. 6ലെ കുട്ടിയാണ് 7ലായത്, അവിടെ ഉപയോഗിക്കാം. അങ്ങനെ അവൻ എവിടെയൊക്കെ ചെന്നിട്ട് എവിടെയൊക്കെ ബിടെക്കിന് പഠിച്ചാലും ശരി അവൻ്റെ മനസ്സിൽ ഇത് വളരെ ക്വിക്കായിട്ട് എഴുതി പോകാൻ പറ്റും. ആയതുകൊണ്ട് എപ്പോഴാണ് പഠിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോൾ പഠിച്ചാൽ മതി. ഇത് എൻ്റെ മെത്തേഡല്ല, ഞാനിവിടെ പൊതുവെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ അറിയേണ്ടത് നോക്കിയാൽ നമ്മൾ ജനറലിയാണ് അവിടെ a+b² അതെടുക്കുമ്പോൾ 2ab + b² എന്നാണ്. അവിടെ ഇത് കണ്ടോ, a+bയെ നിങ്ങൾ a+b കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ചതാണ് b² ഈ അവസാനം കിടക്കുന്നത്. ഇത് രണ്ടും കൂടി ഗുണിച്ചാണ് a² ആദ്യം കിടക്കുന്നത്. ഇതിൻ്റെ പ്ലസ് ഒരു ab 2ab ഉണ്ട്. ഈ 2ab ആക്ച്വലി എന്താണ്? ഇത് രണ്ടും കൂടി ഇങ്ങനെ ഗുണിച്ച് കൂട്ടിയെടുക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഗുണിക്കുക, അതിങ്ങനെ ഗുണിക്കുക, കൂട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഗുണിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഗുണിച്ചതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇപ്പോൾ 7 × 3ഉം 3 × 7ഉം അതിൻ്റെ ആവശ്യമുണ്ടല്ലോ. നമ്മളെന്താ ചെയ്യേണ്ടത്? 7 × 3 എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 7 × 3 കിട്ടും. ഇതാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ മെത്തേഡ് നിങ്ങളെ കാണിച്ചു വെക്കാം, നോക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരു 52ൻ്റെ സ്ക്വയർ എടുക്കാൻ നോക്കുന്നു. അവിടെ നമ്മൾ 52ഉം ഇങ്ങനെ എഴുതി വെച്ചാൽ, ഞാനിവിടെ പറഞ്ഞല്ലോ ഈ 2ൻ്റെ സ്ക്വയർ 4 ഇവിടെ എഴുതാൻ പറ്റണം.
5ൻ്റെ സ്ക്വയർ 25 ഇവിടെ എഴുതാൻ പറ്റണം. ഇത് രണ്ടാണ് നമ്മൾ എഴുതിയത്. പക്ഷേ ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. എന്താ 5 ഗുണം 2 2 ഗുണം 5 19 20 കിട്ടണം. ആ 20 കണ്ട് ഇവിടെ കയറി വരും. അപ്പോൾ ഒരു ചെറിയ കുഴപ്പമുള്ള 20 എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്, ഒരു 2ൻ്റെ ഡിജിറ്റൽ ചേഞ്ച് ഉണ്ട്. ആ രണ്ടും ഇങ്ങോട്ട് കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടുണ്ടല്ലേ. ഞാനിതൊന്നും കൂടി കാണിച്ചു തരാം. നോക്കൂ, 52 നിങ്ങളൊരു പേപ്പർ എടുത്ത് തന്നെ എഴുതി പോകണം കേട്ടോ. ഇവിടെ 2 കൂടി ഗുണിച്ചാൽ കിട്ടുന്ന 4 അവിടെ തന്നെ എഴുതുക. അടുത്ത് ഇത് 2 കൂടി ഗുണിച്ചാൽ കിട്ടുന്ന 10 എടുത്തിട്ട് അതിന് ട്വൈസ് ഇൻറ്റു 2. നോക്കി, ഇവിടെ 10 ഉണ്ട് ഇൻറ്റു 2. തൽക്കാലം ഞാനിങ്ങനെ ഇട്ടിട്ട് 20 എന്ന് എഴുതാം. എന്നിട്ട് ഈ 20യുടെ 0 മാത്രം നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. നമ്മൾ ക്യാരി ചെയ്യുന്ന പോലെ, സിസ്റ്റം എടുക്കുന്ന പോലെ 2 മാറ്റി നിർത്തുക. മനസ്സിൽ ചെയ്യേണ്ട പണിയാണ് കേട്ടോ. എന്നിട്ട് 5 ഇൻറ്റു 25ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ കിട്ടുന്നത് 27 ആണ്. ഓർക്കണം, മാത്സ് സ്റ്റേജിങ് ആണ്. നമ്മൾ 1ലും 5ലും കിട്ടിക്കഴിഞ്ഞിട്ട് ഈ 3 അല്ലെ 2ൽ അവസാനിക്കുമ്പോൾ ഒരു സ്റ്റേജും കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ശീലിച്ചിട്ട് അടുത്തിലോട്ട് എത്തുമ്പോൾ എളുപ്പമാവും. ചാടിക്കയറിയത് ആരും പ്രാക്ടീസ് ചെയ്യേണ്ട. മറ്റൊന്ന് എളുപ്പത്തിൽ പഠിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തന്നെ ചെയ്യാമെന്ന് നോക്കുക. ഒന്ന് ചെയ്യുമ്പം നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുള്ള മാത്സിൻ്റെ രീതിയാണ്. നിങ്ങൾ ആ കണക്ക് തന്നെ ഒന്നും കൂടി ചെയ്ത് നോക്കി. അപ്പോൾ ഒരല്പം എളുപ്പം നിങ്ങൾക്ക് ഫീലാവും. വീണ്ടും ഒന്നും കൂടി ചെയ്ത് നോക്കി, എളുപ്പം ഒന്നും കൂടി കൂടുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരേ കണക്കോ അല്ലെങ്കിൽ ഒരുപോലുള്ള കണക്കോ ആവർത്തനത്തിലൂടെ ചെയ്യുമ്പം നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിച്ചിരിക്കും. അപ്പോൾ ഏതിനും സ്ക്വയർ കാണാൻ എളുപ്പമാവും. ഇത് ഞാൻ സൂചിപ്പിച്ചത് മാത്തമാറ്റിക്സ് പഠിക്കാനായിട്ടുള്ള രീതിയാണ്, അല്ലാതെ ഈ സ്ക്വയർ കാണാനുള്ള രീതിയല്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ ആവർത്തനത്തിലൂടെ ഗണിതം പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിതിൻ്റെ 2-3 എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു വെക്കാം. നോക്കൂ, നമ്മുടെ 34നെ 34 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. 4 ഗുണം 4 16 അവിടെ 6 എഴുതി റിമൈൻഡർ 1 ഓർത്തേക്കണം. 2 ഡിജിറ്റ് കിട്ടുമ്പം റിമൈൻഡർ ക്യാരി ചെയ്യാൻ മടിക്കണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടത് ഇത് രണ്ടും കൂടി മനസ്സിൽ ഗുണിക്കുക 12 ആണ്. അതിൻ്റെ ട്വൈസ് എടുക്കുക 24. ആ 24ൻ്റെ ഇവിടെ റിമൈൻഡർ കൂട്ടിയാൽ 25 കിട്ടും. വീണ്ടും 2 റിമൈൻഡർ കിട്ടും. 3 × 3 9 + 2 11. ശരി, പാടാണ് കേട്ടോ. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്തേക്ക്, ചെറിയ നമ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരത്തില്ല. കണ്ടോ, നോക്കി, ഞാൻ 23യും 23യും കൂടി എടുക്കുക. നിങ്ങൾ ആദ്യം പോലെ നമ്പർ ഇട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട. റിമൈൻഡർ ഇല്ലാത്ത ചോദ്യങ്ങൾ ചെയ്ത് ഒരു 3-4 ഉറപ്പിക്കുക. അതിനുശേഷം റിമൈൻഡർ ഉള്ളതിലോട്ട് ഞാൻ കടത്താം. എനിക്ക് 23 എടുത്തു കഴിയുമ്പം 3 × 3 9 റിമൈൻഡർ ഇല്ല. എനിക്ക് 2 × 3 6 6ൻ്റെ ട്വൈസ് 12 ആണ്. അതിന് റിമൈൻഡർ ഉണ്ട് 5. ഇങ്ങനെ കിട്ടും 529. ഇങ്ങനെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉണ്ടോ, നമ്മുടെ 42നെ സ്ക്വയർ ചെയ്യുമ്പം 2 × 2 4 ആണ്. ഇത് 8 16 6 റിമൈൻഡർ 1 17. ഇങ്ങനെ ചെറിയ നമ്പറുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 10-12 അങ്ങ് ചെയ്ത് നോക്കി. നിങ്ങളുടെ ബ്രെയിനിൽ അത് കുറയ്ക്കുന്നത് കാണാം. ഈ ഉറപ്പിലൂടെ ഏത് 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ കാണാൻ പറ്റും. ഇത് 3 ഡിജിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ചാടിക്കയറി 3 ഡിജിറ്റിലോട്ട് നിങ്ങൾ പോകരുത്. ഇതൊന്ന് ഉറയ്ക്കട്ടെ. ഓർക്കുക, നിങ്ങൾ വലിയ നിലയുള്ള കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഒരു ദിവസം കൊണ്ടല്ല പണി ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ അടിത്തറ പണിതു, ഒന്ന് ഉറച്ചു. അതിനുശേഷം തൂണുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ തറ വെച്ചു, ഉറച്ചു. അതിനുശേഷം മുകളിലോട്ട് പണിയുള്ളൂ. മാത്സ് എളുപ്പമാണെന്ന് കരുതി ഒരൊറ്റ ദിവസം കൊണ്ടെല്ലാം പഠിച്ചു കളയാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് നടക്കില്ല. പലരും മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോഴാണ് പഴയ ചാപ്റ്ററുകളൊക്കെ എടുത്ത് പഠിച്ച് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു. കാരണം മറന്നു പോകരുതല്ലോ. മറന്നു പോകാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദിവസങ്ങൾ കുറച്ച് വെക്കുന്നത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഗ്രാജുവലി ഉറപ്പിച്ച് അതിന് മുകളിലാണ് അടുത്തത്, അതിന് മുകളിലാണ്. അങ്ങനെ ബിൽറ്റ് ചെയ്ത മാത്തമാറ്റിക്സ് ജീവിതകാലം മുഴുവനുണ്ടാവും. അതിനോടൊരു ഇഷ്ടവും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ കാണാനായിട്ടുള്ള നിങ്ങളുടെ ഈ എളുപ്പം ഇഷ്ടപ്പെട്ട് കാണും. ഒരു ബുക്കിൽ വൃത്തിയോടെ മാർജിനൊക്കെ ഇട്ടിട്ട് സ്ക്വയറിങ് എ നമ്പർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ആവർത്തനത്തിലൂടെ റിപ്പീഷനിലൂടെ നിങ്ങൾക്കത് എടുക്കാൻ പറ്റും. നമുക്ക് വേറൊരു രീതി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.